നാളെ 2024 ജൂലൈ മാസം 15-ാം തീയതി തിങ്കളാഴ്ച ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളുടെയും അവധിയുടെ രീതിയും പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ തൃശൂർ ജില്ലയിലാണ് ആദ്യമായി അവധി പ്രഖ്യാപിച്ചത്. കുട്ടികളോട് ജില്ലയിൽ ഇന്നും നാളെയും ശക്തമായ കാറ്റുമഴയും ഉള്ളതിനാൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്നാണ് കലക്ടർ പറഞ്ഞത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും തൃശൂർ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും അവധി അറിയിപ്പുണ്ട്. റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത്. മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ VR വിനോദാണ് അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ശക്തമായ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ അംഗൻവാടികൾക്കും അവധി ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടിന്റെ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾക്ക് അതോടൊപ്പം തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നാളെ അവധിയായിരിക്കും. എന്നാൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ അവധി പരിശോധിക്കുമ്പോൾ ശക്തമായ കാറ്റ്, മഴ എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗൻവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ തിങ്കളാഴ്ച ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാകില്ല എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇന്ന് 14-ാം തീയതി രാത്രി ഒരു 8 മണിയോട് കൂടിയിട്ട് പ്രഖ്യാപിച്ച അവധികളെ കുറിച്ചാണ്. ഒരുപക്ഷെ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.